ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം 7 മരണം സംഭവിച്ചതായി ചില റിപ്പോർട്ടുകളുണ്ടായി. 26-ലധികം പേർക്ക് പരിക്കേറ്റതായും വരുന്നു. നേരത്തെ ഒരു കുട്ടിയടക്കം 3 പേർ മരിച്ചെന്നായിരുന്നു വന്നിരുന്നത്. പക്ഷേ ആ പരിക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമെന്ന റിപ്പോർട്ടുകൾ അപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് അവർക്കാണോ ജീവൻ നഷ്ടപ്പെട്ടത്, അതോ ഇനി മറ്റാളുകൾ ഈ പരിക്കേറ്റവരിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാണോ ഇതുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വേണം. സർക്കാർ സംവിധാനങ്ങളുടെ പേജുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇതിനകം അത്തരത്തിൽ ഒരു അറിയിപ്പുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് വിശ്വസിക്കാവുന്നത് ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ആ സ്റ്റേഡിയം പരിസരത്തുണ്ടായിരുന്ന പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളെ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാനാവുന്നത്. എന്തായാലും വലിയൊരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി സിഎമ്മും അടക്കമുള്ള ആളുകൾ നേരിട്ട് നടത്തിയ ഒരു പരിപാടി, ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു കിരീടം അത് തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ ഏറ്റെടുക്കാനായിരുന്നു കർണാടക സർക്കാരിൻ്റെ, സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ഈ വിധാൻ സൗദയ്ക്ക് മുമ്പിലേക്ക് ഒക്കെ തന്നെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്തേക്കൊക്കെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്ന തരത്തിൽ ആദ്യം തന്നെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസോ ഇല്ലെങ്കിൽ ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ബലം ഇല്ലെങ്കിൽ അതിൻ്റെ പരിണത ബലം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്കിതിനെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ അവർ തന്നെയാണ് ആദ്യഘട്ടത്തിലെ കുറ്റക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ടീമിൻ്റെ വിജയാഘോഷം, അതും കാത്തിരുന്ന് കിട്ടിയ കിരീടം ആഘോഷിക്കുന്നത് ഒട്ടും തന്നെ തെറ്റുള്ള കാര്യമല്ല. പക്ഷേ പ്രഥമ പരിഗണന ആളുകളുടെ ഒരു സുരക്ഷയ്ക്ക് തന്നെയാണ്. നേരത്തെ ഇന്ത്യ ലോകകപ്പ് ജയിച്ചെത്തിയപ്പോൾ കന്നിക്കിരീടം 18 വർഷത്തിന് ശേഷം കിട്ടിയ കിരീട നേട്ടം അതിനെ ആഘോഷമാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടിയ ആരാധകർ, തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 6 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വിവരമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നും മരണസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നില്ല. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.